ഷാഹിദ് അഫ്രീദിയെ കൊണ്ടുവന്ന് ഒരു പരിപാടിയിൽ നടുക്ക് നിർത്തിയിട്ട് അതിന്റെ മുമ്പിൽ കൈയും കൊട്ടി ഇളിഞ്ഞിരുന്ന കുറച്ച് ഉമ്പന്മാരുടെ കഥയാണ് ഇന്നത്തെ പട്ടിഷോയിൽ പറയാനുള്ളത്. പട്ടിഷോ വിത്ത് RJVK. ഈ പറയുന്ന ഷാഹിദ് അഫ്രീദിനെ ഒരുപാട് ആരാധിച്ചിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. 90കളിലൊക്കെ അയാളുടെ ബാറ്റിന് ബൂം ബൂം എന്ന് കണ്ടിട്ട്, അല്ലെങ്കിൽ അയാളുടെ ബാറ്റിന് ബൂം ബൂം എന്ന് വിശേഷിപ്പിക്കുന്ന ഒരു സമയത്ത് നമ്മളൊക്കെ മട്ടലെത്തിയിട്ട്, നമ്മുടെ മടലുണ്ടല്ലോ, മടലെത്തി അതിന് മുകളിൽ കരി കൊണ്ട് ബൂം എന്നൊക്കെ എഴുതിയൊരു കാലമൊക്കെ ഉണ്ടായിരുന്നു. അന്ന് അയാൾ ഒരു ക്രിക്കറ്റർ ആയിരുന്നു. പക്ഷെ അതിനുശേഷം അയാൾ രാഷ്ട്രീയത്തിലേക്ക് വരുമ്പോഴാണ് ഈ നാറിയാണല്ലോ ദൈവം നമ്മൾ ഇത്ര കാലം ആരാധിച്ചിരുന്നെന്ന് തോന്നി തുടങ്ങിയ ഒരു കാലം. ഈ തൊട്ടടുത്ത സമയത്ത് നോക്കുകയാണെങ്കിൽ ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ടിട്ട് ലാഹോറിൽ ഒരു മീറ്റിംഗ് നടന്നിട്ടുണ്ടായിരുന്നു. അതായത് സിന്ദൂറിന് ശേഷം പാകിസ്ഥാൻ സൈന്യമാണ് വിജയിച്ചതെന്ന് പറഞ്ഞിട്ട് ലാഹോറിൽ ഒരു സമ്മേളനം നടന്നിട്ടുണ്ടായിരുന്നു. അതിനകത്തുള്ള മുഖ്യ പ്രഭാഷകനായിരുന്നു ഈ പറഞ്ഞ ഷാഹിദ് അഫ്രീദി എന്ന് പറയുന്ന ആള്. ലാഹോറിൽ നടന്ന ഈ ഒരു സമ്മേളനത്തിൽ ഷാഹിദ് അഫ്രീദി നാട്ടുകാരോട് മൊത്തം വിളിച്ചു പറഞ്ഞ കയ്യടി നേടിയ കുറച്ച് കാര്യങ്ങളുണ്ട്. ഒരു ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഇന്ത്യയുടെ സൈന്യം എന്ത് സൈന്യമാണ്, 26 പേരെ രാജ്യത്തിനകത്ത് കയറി വെടിവെച്ച് കൊന്നിട്ട് അവരെ പിടിക്കാൻ പോലും പറ്റുന്നില്ല എന്ന് പറഞ്ഞ പ്രസ്താവനയായിരുന്നു. രണ്ടാമത് മറ്റൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് ഇന്ത്യയിൽ നിന്നുള്ള അധികാരികൾ തന്നെ അവരെ വെടിവെച്ച് പോകുമ്പോട്ട് അത് പാകിസ്ഥാന്റെ മേലെ കെട്ടിവെക്കുന്നുവെന്ന്. നമ്മുടെ സൈന്യത്തിനെ, നമ്മുടെ നാടിന്റെ ഒരു സിസ്റ്റത്തിനെ വെല്ലുവിളിച്ച ഒരു വ്യക്തിയാണ് ഷാഹിദ് അഫ്രീദി എന്ന് പറയുന്ന രാഷ്ട്രീയക്കാരൻ. അങ്ങനെ രാജ്യത്തെ അപമാനിച്ച, സൈന്യത്തെ അപമാനിച്ച ഒരു നാറിയെ പിടിച്ചിട്ടാണ് സ്റ്റേജിനകത്ത് നടുവിൽ കൊണ്ടു നിർത്തിയിരിക്കുന്നത്. അങ്ങനെ ഒരു നാറിയെ പിടിച്ചിട്ടാണ് കുസാറ്റിൽ പഠിച്ച ഇവരുടെ അലുമിനി മീറ്റിന്റെ നടുവിൽ കൊണ്ടിരുത്തിട്ട് ഇവരെല്ലാം കൂടി ഫ്രണ്ടിൽ നിന്ന് കൈ കൊട്ടിയത്. ഉളുപ്പില്ലാത്തവന്മാരല്ലേ, വല്ലാത്തൊരു തരം എന്താ പറയുക, വിവരമില്ലായ്മ എന്നൊക്കെ പറയില്ലേ. പക്ഷേ ഈ ഒരു പ്രശ്നം പുറത്തേക്ക് വന്നപ്പോൾ ഇവർ ചെയ്ത വേറൊരു കാര്യം കേട്ടോ, ഭയങ്കര ബുദ്ധിപരമായിട്ട് ഇവർ ചെയ്തൊരു കാര്യം. ഞങ്ങൾ വിളിച്ചിട്ടൊന്നുമല്ല അഫ്രീദി വന്നത്, അപ്പുറത്തൊരു ഹോൾ ഉണ്ടായിരുന്നു, അവിടെ വന്ന സമയത്ത് ഇങ്ങോട്ടൊന്ന് ജസ്റ്റ് ഇങ്ങോട്ട് വന്നതാണെന്നാണ് ഇവരുടെ ഒരു എക്സ്പ്ലനേഷൻ പുറത്തു വന്നിട്ടുള്ളത്. പഹൽഗാം ആക്രമണത്തിന്റെ പിന്നാലെ ഇന്ത്യ പരിഹസിച്ച ക്രിക്കറ്റ് താരം ഷാഹിദ് അഫ്രീദിക്ക് സ്വീകരണം ഒരുക്കിയതിൽ വിശദീകരണവുമായി സംഘാടകരായ മലയാളി സംഘടന. അതേ വേദിയിൽ മറ്റൊരു പരിപാടിക്ക് വന്ന താരങ്ങൾ ആരും ക്ഷണിക്കാതെ തങ്ങളുടെ പരിപാടിയിലേക്ക് കടന്നു കയറിയായിരുന്നു എന്ന വിചിത്ര ന്യായീകരണമാണ് സംഘാടകർ നിരത്തുന്നത്. മലയാളികളുടെ ഒരു വലിയ കൂട്ടം ആളുകളെ ഇവർ അപമാനിക്കുകയല്ലേ ചെയ്തിട്ടുള്ളത്. ഇവരുടെ ആഘോഷങ്ങളായിക്കോട്ടെ, എന്തുതരം ആഘോഷം ആയിക്കോട്ടെ, അവർ ആഘോഷിച്ചിട്ട് നമുക്ക് യാതൊരുവിധ പ്രശ്നങ്ങളുമില്ല. കേരളത്തിൽ പഠിച്ച്, അതായത് ചെറിയൊരു ഫീസിന് കേട്ടോ, സാധാരണ സ്വകാര്യ കോളേജുകളിൽ വളരെ സാധാരണക്കാരൊക്കെ കഷ്ടപ്പെട്ട് ലോൺ എടുത്ത് അടച്ച് പഠിക്കുന്നത് പോലെയൊന്നുമല്ല, കഴിവുകൊണ്ട് തന്നെ ആയിരിക്കാം, എന്നിരുന്നാൽ പോലും ചെറിയ ഫീസിൽ നമ്മൾ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പഠിച്ചിറങ്ങിയിട്ട് പുറം രാജ്യത്ത് പോയി ജോലി ചെയ്യുന്ന കുറച്ച് ആളുകൾ, അവർ പോയിക്കോട്ടെ, അവരുടെ എന്താ പറയുക ഉപജീവന മാർഗം എന്നൊക്കെയല്ലേ പറയാം. അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് നമ്മുടെ രാജ്യത്തെ അപമാനിക്കുന്നു എന്നുള്ളത് നമുക്കൊരിക്കലും സഹിക്കാൻ പറ്റുന്നൊരു കാര്യമല്ല. ഒരുപാട് പെറ്റീഷൻസ് ഒക്കെ പോയിട്ടുണ്ട് നമ്മുടെ PM-നൊക്കെ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെയൊക്കെ പാസ്പോർട്ട് റദ്ദാക്കണമെന്ന്. തീർച്ചയായിട്ടും പാസ്പോർട്ട് മാത്രമൊന്നുമല്ല, ശരിക്കും പറഞ്ഞാൽ സ്റ്റേറ്റ് വിട്ട് പോകാൻ പറ്റാത്ത അവസ്ഥയിൽ ഉമ്മാരെയൊക്കെ പിടിച്ചാക്കുകയാണ് വേണ്ടത്. ഇവരുടെ പരിപാടി ക്യൂബ 2024-2025 നടന്നുകൊണ്ടിരുന്ന സമയത്ത് വഴിയെ പോയി അഫ്രീദി വെറുതെ വന്നിട്ട് ഹായ് പറയാൻ വേണ്ടി വന്നതാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്നാണ് ഇവർ പറയുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും അങ്ങനെ അഫ്രീദി ഹായ് പറയാൻ വേണ്ടി വരുന്നു. ആൻഡ് വേറൊരു പ്രധാനപ്പെട്ട കാര്യം എന്താ പറയുമോ, ദി പാകിസ്ഥാൻ അസോസിയേഷൻ എന്ന ഹാളിൽ വെച്ചിട്ടാണ് ഈ ഒരു പരിപാടി നടക്കുന്നത്. ദി പാകിസ്ഥാൻ അസോസിയേഷൻ എന്ന ഹാളിൽ വെച്ചാണ് ഈ പറഞ്ഞ പരിപാടി, അലുമിനി മീറ്റിംഗ് കാര്യങ്ങളൊക്കെ നടക്കുന്നത്. പക്ഷെ എന്താ അല്ലേ, എന്താ പറയുക, യാദൃശ്ചികം, കോയിൻസിഡൻസ് എന്നൊക്കെ പറയില്ലേ. ഇതിൽ കാണുന്ന ഭാരവാഹികളാണ് ഇങ്ങനൊരു പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത്. ഉറപ്പായിട്ട് നമ്മൾ കണ്ടിരിക്കണം ഈ മുഖം അല്ലേ. എന്താണ് തുടർക്കാലങ്ങളിൽ ഇവരുടെ ഒരു നടപടികൾ എന്നൊക്കെ നിരീക്ഷിക്കേണ്ടതായിട്ട് പോലും ഉണ്ട് എന്നാണ് എൻ്റെ അഭിപ്രായം. നമ്മളൊക്കെ ഇന്നിവിടെ കിടന്നുറങ്ങുന്നു സുഖമായിട്ടെന്ന് പറയുമ്പോൾ ഒരുപക്ഷെ കുറച്ചുകൂടി കേരളത്തിലായതുകൊണ്ടാവാം, അതിർത്തിയിൽ എവിടെയെങ്കിലും ആയിരുന്നെങ്കിൽ, ഈ പറഞ്ഞ കാശ്മീരൊക്കെ ആയിരുന്നെങ്കിൽ, നമ്മളിവിടെ കിടന്നുറങ്ങണം എന്നുണ്ടെങ്കിൽ അവിടെ കണ്ണു തുറന്നിരിക്കേണ്ട കുറേ ആളുകളുണ്ട്. രാപ്പകൽ അവരങ്ങനെ കണ്ണു തുറന്നിരിക്കുന്നത് കൊണ്ടാണ്, അവരുടെ ജീവനേക്കാൾ നമ്മളെ ജീവന് വില കൽപ്പിക്കുന്നതുകൊണ്ടാണ് നമ്മളൊക്കെ കിടന്നുറങ്ങുന്ന ഒരു ചിന്ത ഉണ്ടായിക്കഴിഞ്ഞാൽ വളരെ നല്ലതായിരിക്കും. അതുകൊണ്ട് തന്നെ നിരുപാധികം മാപ്പ് പറഞ്ഞിട്ട്, പറ്റിയ തെറ്റേറ്റു പറഞ്ഞിട്ട്, എന്താ പറയുക, ഒരു ജനങ്ങളോടൊരു മാപ്പ് പറച്ചിൽ നടത്തുക എന്നുള്ളതാണ് ഇവർക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന ഏക കാര്യം എന്ന് പറയുന്നത്. അതുകൊണ്ട് നിയമ നടപടികൾ ഒഴിവാകും എന്നൊന്നുമില്ല. പക്ഷേ ജനങ്ങളുടെ മനസ്സിൽ, നാളെ നിങ്ങളെ കാണുന്ന സമയത്ത് ജനങ്ങളുടെ മനസ്സിൽ മറ്റു പല വാർത്തകളും വരാതിരിക്കണം, മറ്റു പല ചിന്തകളും വരാതിരിക്കണം എന്നുള്ള ആഗ്രഹം തന്നെയാണ് നമുക്കുള്ളത്. അപ്പോൾ എന്തായാലും ഈ ഇത്രയും നാറിയ പരിപാടി കാണിച്ച കുറച്ച് ആളുകൾ അത് കേരളത്തിൽ നിന്നായിപ്പോയി എന്നുള്ള സത്യം പറഞ്ഞാൽ വിഷമം എനിക്കുണ്ട്. കാര്യം ഇങ്ങനൊരു പരിപാടി നടക്കുന്ന സമയത്ത് ഇത്രയും മലയാളികൾ അവിടെ കൂടിയിരിക്കുമ്പം ഇവൻ സ്റ്റേജിൽ കയറിയ സമയത്ത് ഏതെങ്കിലും ഒരുത്തൻ നീട്ടി ഒന്ന് കൂവിയിട്ടുണ്ടായിരുന്നുണ്ടല്ലോ, അവൻ ഇന്ന് നമുക്ക് സെലിബ്രിറ്റി ആയി മാറിയാണ്. അല്ലെങ്കിൽ അങ്ങനെ ചങ്കൂറ്റുള്ള ഒരുത്തം പോലും ആ കൂട്ടത്തിൽ ഇല്ലാതെ പോയി എന്ന് പറയുമ്പോൾ നമ്മൾ ഈ പറഞ്ഞ നമ്പർ 1 കേരളയിലെ നമ്മളെക്കുറിച്ച് ഇങ്ങനെ അഭിമാനിക്കുന്ന സമയത്ത് കുറച്ചൊക്കെ പ്രശ്നം തോന്നുന്നുണ്ട് എവിടെയൊക്കെയോ.
അപ്പോൾ എന്തായാലും നമ്മളന്ന് ഓർമ്മയുണ്ടോ കുറച്ച് കാലം മുമ്പ് കേരള സാർ 100% ലിറ്ററസി സാർ എന്നൊക്കെ പറഞ്ഞ ആളുകളുടെ അടിയിൽ പോയി കമൻ്റ് എഴുതി നിറച്ച നമ്മളെന്ന മലയാളി കൂട്ടായ്മയ്ക്ക് എല്ലാവർക്കും നാണക്കേടായി മാറിയതൊരു മലയാളിയാണ്. ഒന്നല്ല, കുറച്ചധികം മലയാളികളാണ് എന്നുള്ളത് ഷെയ്മാണ്. അതുതന്നെയാണ് ദേശീയ മാധ്യമങ്ങൾ പറഞ്ഞൊരു കാര്യം. ഇനി എന്ത് പറയാൻ വേണ്ടിയിട്ടല്ലേ. അപ്പോൾ എന്തായാലും വാലറ്റായിട്ട് ഇത്രയും കൂടി പറഞ്ഞേക്കാം. അതായത് ഈ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഏത് യൂണിവേഴ്സിറ്റി പഠിക്കുന്നു, വലിയൊരു യൂണിവേഴ്സിറ്റി പഠിച്ചുകൊണ്ടൊന്നും ആരും വലിയ വിവരമുള്ളതായി മാറുന്നില്ല എന്നുള്ള ഒരു എന്താ പറയുക, ഒരു വാചകം, എന്താ പറയുക, കഥകളൊക്കെ പറയുന്ന സമയത്ത് കഥാസാരം എന്നൊക്കെ പറയില്ലേ, എന്ന് പറഞ്ഞ പോലെ അതാണ് ഇതിനകത്ത് നമുക്ക് മനസ്സിലാവുന്നത്. നല്ല മനുഷ്യരാകാൻ വേണ്ടിയിട്ട്, വിവരമുള്ള ആളുകളായിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ട്, ഈ രാജ്യത്തെ സ്നേഹിക്കാൻ വേണ്ടിയിട്ട്, നമ്മുടെ രാജ്യത്ത് നിന്നുകൊണ്ട് നമ്മുടെ രാജ്യത്തിനെതിരെ എന്താ പറയുക കോമാളിത്തരം കാണിക്കാതിരിക്കാനുള്ള വിവരം എന്ന് പറയുന്നത് ഒരു യൂണിവേഴ്സിറ്റിയിലും പഠിച്ചുകൊണ്ട് കിട്ടുന്നൊന്നുമല്ല, അതിനെ ബോധമെന്ന് നമ്മൾ പറയും എന്നുള്ളതാണ് കഥാസാരം. അപ്പോൾ എന്തായാലും അടുത്ത പട്ടിഷോയായിട്ട് തിരിച്ചു വരുന്നവരെ സ്റ്റേ ട്യൂൺഡ്.